ഗൈസ്, പുറത്ത് നല്ല കിടുക്കാച്ചി മഴ. ഈ മഴയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പൊളി ആയിട്ട് ഉണ്ടാക്കിയാലോ? വാ. അപ്പോ ചട്ടി ചൂടാക്കുക, എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല പ്യോർ വെളിച്ചെണ്ണ ഇട്ടത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞില്ല വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകുവറ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെപ്പർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് അധികം കത്തി കരിഞ്ഞു പോരുത്, സിമ്മിലാക്കിയിട്ട് വെക്കണേ. ഇനി നമ്മൾ താരങ്ങളെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ കാടമുട്ട, മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത മസാലയും ആ വെളുത്തുള്ളി ഫ്ലേവറും ഒക്കെ അതിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഈ മഴയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. കാടമുട്ട ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അവർക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ എന്താണെന്നറിയോ? കട്ടൻ ചായ. അപ്പോൾ കട്ടൻ ചായ കൂടി ഉണ്ടാക്കിയാലോ? കട്ടൻ ചായ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചായ റെഡി ആയിരുന്നു കേട്ടോ. നല്ല സുലൈമാനിക. അപ്പോ നല്ല അടിപൊളി മഴ, അടിപൊളി മുട്ട റോസ്റ്റ്, നല്ല കട്ടൻ ചായ. സത്യമായിട്ടും ഇത് കട്ടൻ ചായ കേട്ടോ, കണ്ടില്ലേ? വേറെ വൈബ്. ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലിന്റെയും ടേസ്റ്റുള്ള കാടമുട്ടയാണ് ഫസ്റ്റ് കഴിക്കുന്നത്. സ്വർഗം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊള്ളിയാണ്. ഈ മഴക്കാലത്ത് സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പൊളി കഴിക്കാണ്. വളരെ ഈസിയാണ്. കട്ടൻ ചായ അടിപൊളി കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തൂക്കം. പക്ഷെ എങ്ങനെയുണ്ട്? സ്വർഗാണ്. ആശി കഴിക്കുന്നത് നോക്കിയിട്ട് ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ.